بسم الله الرحمن الرحيم أحمدك ربي وأستعينك وأصلي وأسلم على خير خلقك سيدنا محمد وعلى آله وصحبه أجمعين وبعد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആദരണീയരായ നമ്മുടെ ചെറിയ മുസ്താദ് വിട പറഞ്ഞ് 40 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു അവരുടെ ബർസഖി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലെ നിഅമത്തുകളെ കൊണ്ട് ആ ഖബറുകൾ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. പതിറ്റാണ്ടുകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നിർവഹിച്ച ഖിദ്മകളെ വെളിച്ചമായി പ്രകാശമായി ആ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. മാരകമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആജിലായ ഷിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനും നമുക്കും അവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണവും അതിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തവരാണ് മുസ്ലിമീങ്ങൾ. കുന്തും ഖൈറ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞത് നിങ്ങൾ എല്ലാ സമുദായങ്ങളെക്കാളും ഏറ്റവും ഉത്തമരാണ്. ഉത്തമ സമുദായം ആണ് നിങ്ങളെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങളെപ്പോഴും നല്ല കാര്യങ്ങളുടെ പ്രചാരകരും അതിൻ്റെ സഹചാരികളുമായിരിക്കും. വ തൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായിട്ടുള്ള വെറുക്കപ്പെടേണ്ട കാര്യങ്ങളോട് നിങ്ങൾ ഒരിക്കലും രാജിയാകില്ല. അതിനോടൊട്ടും നിങ്ങൾ സഹകരിക്കില്ല, അതിനോട് വിരോധം പ്രകടിപ്പിക്കുന്നവരാകും. ലോകത്ത് മനുഷ്യ ജീവിതം മുഴുവൻ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്. അവനവൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി ലോകത്തെ 700 കോടി മനുഷ്യരും പരസ്പരം മത്സരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ ആരുടെ കൈകളിലാണോ അധികാരമുള്ളത്, ആരുടെ കൈകളിലാണോ സമ്പത്തുള്ളത്, ആരുടെ കൈകളിലാണോ അധികാര സൗകര്യങ്ങളും കേന്ദ്രങ്ങളും ഉള്ളതെങ്കിൽ അവർ മാത്രം അധീശത്വം സ്ഥാപിക്കുന്ന ഘട്ടങ്ങളാണ് നമ്മുടെ നാടുകളിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കൊന്നും മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുടെ വർധനവിനനുസരിച്ച് നിയമലംഘനങ്ങൾ കൂടി വരികയാണ്. നിയമങ്ങൾ വർദ്ധിക്കുന്നതോറും നിയമലംഘനങ്ങൾ കൂടും. എഴുതപ്പെട്ട ഭരണഘടനയിലോ നിയമപുസ്തകങ്ങളിലോ എഴുതപ്പെട്ട നിയമങ്ങൾക്കൊരിക്കലും മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ അടരുകൾ നിർമ്മിക്കാൻ കഴിയില്ല. മനുഷ്യർക്കിടയിൽ സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ അടരുകൾ നിർമ്മിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയങ്ങൾക്കുള്ള നിയമങ്ങൾ നൽകപ്പെടണം. ആത്മാവിന് നിയമങ്ങൾ നൽകപ്പെടണം. ആത്മാവിന് നൽകപ്പെട്ട നിയമങ്ങളിലൂടെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന, മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരേയൊരു പ്രത്യയശാസ്ത്രം എന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇസ്ലാം മനുഷ്യരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനവൻ്റെ കാര്യങ്ങളെക്കുറിച്ചല്ല, അപരൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ്. അവനവനിലേക്ക് ചുരുങ്ങാൻ ഇസ്ലാം പറയുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള 6000-ൽ പരം വരുന്ന ആയത്തുകൾ എടുത്തു നോക്കിയാൽ ആ ആയത്തുകളിലൊക്കെയും മനുഷ്യരോട് നീ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ സ്വന്തം പരിധിയെ നീ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കൂ എന്നല്ല പറയുന്നത്. ഈ ലോകത്തിൻ്റെ സംരക്ഷണം, ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ നൽകണം. അഹ്സിൻ, നിങ്ങൾ ഇഹ്സാൻ നൽകണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരെ മാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടം. മുസ്ലിമിനെ മാത്രം പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വിശ്വാസമുള്ള, ഈമാനുള്ള, യഖീനുള്ള മുഅ്മിനിനെ മാത്രം പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്. ആ നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമാണ് മുസ്ലിമിന്, ഈ സമൂഹത്തിന്, മനുഷ്യർക്ക് സമാധാനം നൽകാൻ കഴിയുന്നത്. മുസ്ലിമീങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ ലോകത്ത് ശാന്തി കൊണ്ടുവരാൻ കഴിയും, അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങളെ കൊണ്ട് നിരന്തരം സംഘട്ടനങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദയമുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തുന്ന കാലയളവിൽ പരസ്പരം ഒരു മൃഗം തൻ്റെ വീട്ടിൽ വന്ന് വെള്ളം കുടിച്ചു എന്ന കാരണത്താൽ
അപ്പുറത്തെ വീട്ടുകാരനോട് 40 കൊല്ലം യുദ്ധം നടത്തിയിരുന്ന ഒരു കാലം. യുദ്ധങ്ങളെ കൊണ്ട് പൊറുതുമുട്ടിയിരുന്ന കാലത്താണ് പരിശുദ്ധ ഇസ്ലാം അവതരിക്കപ്പെടുന്നു. യുദ്ധങ്ങൾ ക്രമാതീതമായി കുറഞ്ഞു വരുന്നു. അടിമ വ്യവസായം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഒരു മനുഷ്യന് അടിമയെ സ്വീകരിക്കാനുള്ള വഴികൾ ധാരാളമുണ്ടായിരുന്നു അന്ന്. ഏതു വഴിയിലൂടെയും സ്വീകരിക്കാം. അടിമമോചനത്തിന് ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. യജമാനൻ പറയണം, ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് യജമാനൻ പറയണം. ആ വഴിയല്ലാതെ ഒരു അടിമക്ക് സ്വതന്ത്രനാവാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നത്. എല്ലാ മനുഷ്യരെ അടിമകളാക്കാനുള്ള എല്ലാ വഴികളെയും അടച്ചു ഒരൊറ്റ വഴി മാത്രമാക്കി മാറ്റി. യുദ്ധ തടവുകാരായ ആളുകളെ മാത്രമേ അടിമകളായി സ്വീകരിക്കാവൂ. അടിമമോചനത്തിന്റെ വഴികളോ ഒരു വഴി മാത്രമുണ്ടായിരുന്ന മാർഗത്തെ അനേകം വഴികളാക്കി മാറ്റി. ഒരു കുറ്റം ചെയ്താൽ അടിമയെ മോചിപ്പിക്കണം, ഒരു തിന്മ ചെയ്താൽ അടിമയെ മോചിപ്പിക്കണം. കഫാറത്തുകൾ മുഴുവൻ അടിമയെ മോചിപ്പിക്കപ്പെടലാണ്. അടിമമോചനത്തിന്റെ വഴികൾ അങ്ങനെ തുറന്നു കൊടുത്തു. ആർക്കാണ് ഇതിന്റെ നന്മകൾ കിട്ടിയത്? ഇതിന്റെ നന്മകൾ മുഴുവനും കിട്ടിയത് ഇതര വിശ്വാസികൾക്ക് കൂടിയാണ്. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധ ഇസ്ലാമിന് മാത്രം, മുസ്ലിമീങ്ങൾക്ക് മാത്രം പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ പാലിക്കപ്പെട്ട ഇടങ്ങളിലൊക്കെയും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സംരക്ഷണത്തിന്റെ, വിജയത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുസ്ലിമീങ്ങളുടെ തന്നെ കുറവ് കൊണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് പിടിച്ചെടുക്കപ്പെടുന്നത്? സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ വെറും 90 പേര് മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കപ്പെടാൻ പോകുന്നത്. ചരിത്രം അതിനെക്കുറിച്ച് പറഞ്ഞത് സലാഹുദ്ദീൻ അയ്യൂബി ഒരു മനുഷ്യൻ മാത്രമല്ല, സലാഹുദ്ദീൻ അയ്യൂബി ഒരു തലമുറയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ മുസ്ലിം സമൂഹത്തിലേക്ക് നൽകപ്പെട്ടിരുന്ന ഈമാന് നഷ്ടപ്പെട്ടു പോയിരുന്ന, ഈമാന് കുറഞ്ഞുപോയി ഉറക്കം നടിച്ചിരുന്ന മുഅ്മിനീങ്ങളെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന തസവൂഫിന്റെ ആത്മീയ പാനം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഗസാലി ഇമാമിലൂടെ അങ്ങനെ 100 പതിറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന ഒരു തലമുറയുടെ പ്രതിഫലനമാണ് സലാഹുദ്ദീൻ അയ്യൂബി. അതൊരു തലമുറയാണ്. ആ തലമുറ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ രക്ഷയുണ്ടാകുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്താണോ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം സുബഹി നമസ്കാരത്തിന് പള്ളികളിൽ കാണപ്പെടുന്നത് അന്ന് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട പ്രതാപം മടങ്ങി വരുമെന്നാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രം പാലിക്കാൻ കഴിയുന്ന നിയമങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയുന്നിടത്ത് ലോകത്ത് മുസ്ലിമീങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. പ്രഭാഷണങ്ങളെ കൊണ്ടോ പുസ്തകങ്ങളെ കൊണ്ടോ എല്ലാം ഇസ്ലാമിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് ഇസ്ലാമിനെ കണ്ട് അനുഭവിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് അനുഭവിച്ചത്? മുസ്ലിമീങ്ങൾക്ക് മാത്രം കഴിയുന്ന നന്മകളെ അവരുടെ ജീവിതങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധ്യമായതുകൊണ്ടാണ്. ഏതൊക്കെയാണ് നന്മകൾ? പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളോട് നിരവധി ഇടങ്ങളിൽ പറയുന്നുണ്ട്. സ്വഹാബികളുടെ സ്വഭാവങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ പറയുന്ന ഒരു ഭാഗം കാണാം മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളെ കുറിച്ച്. എന്താണ് മുഅ്മിനീങ്ങളുടെ അടയാളങ്ങൾ? വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നതിൽ ഇവർക്കൊരു അസൂയ ഉണ്ടാകില്ല, ഇവർക്കൊരു കുശുമ്പുണ്ടാകില്ല. മറ്റുള്ളവർക്ക് നൽകപ്പെടുന്ന നന്മകളിൽ ഇവർക്ക് സന്തോഷങ്ങൾ മാത്രമായിരിക്കും. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. എനിക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ അർഹതപ്പെട്ടയാളാണെങ്കിലും എൻ്റെ സഹോദരന് കിട്ടുന്ന നന്മയിൽ എനിക്ക് സന്തോഷമുണ്ടാകും. വയുസിറൂന അലാ അൻഫുസിഹിം. സ്വന്തം ആത്മാവിനേക്കാൾ, ശരീരത്തെക്കാൾ സ്വന്തം സഹോദരങ്ങളെ തെരഞ്ഞെടുക്കാൻ, അവരെ മുൻകടക്കാൻ, അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. അവരാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക മിനൽ മുഫ്ലിഹീൻ. സ്വന്തം ശരീരത്തിന്റെ പിശുക്കുകളിൽ നിന്ന് ആർക്കാണോ രക്ഷപ്പെടാൻ കഴിയുന്നത് അവരാണ് വിജയികൾ. ഈ ഹദീസ് അവതരിക്കുന്നത് എന്താണ്? ഈ ആയത്ത് അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ വലിയ ക്ഷീണിതനാണ്, എൻ്റെ കയ്യിൽ ഭക്ഷണമില്ല, വിഭവങ്ങളില്ല, എനിക്ക് എന്തെങ്കിലും തരണം. നബി തങ്ങൾ വീട്ടിലേക്ക് പോയി, ഭാര്യമാരുടെ വീട്ടിൽ പോയി, ഒരു ഉരുള പോലും കൊടുക്കാൻ അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല. നബി തങ്ങൾ വന്നിട്ട് സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഈ സഹോദരന് ഇന്ന് അയാളെ അതിഥിയായി കൊണ്ടുപോയാൽ, അദ്ദേഹത്തിന് ആതിഥ്യം നൽകിയാൽ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും. ഉടനെ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എണീറ്റ് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞയച്ചൊരു അതിഥി നമുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എന്ത് ചെയ്യാൻ? നമ്മുടെ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഇവിടെയുള്ളൂ, നമുക്കുള്ള ഭക്ഷണം പോലുമില്ല. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, നമുക്ക് കുട്ടികളെ ഉറക്കാം, ഇന്നത്തെ രാത്രി നമുക്ക് അവരെ നല്ലത് പറഞ്ഞവരെ ഉറക്കാം. അവരുടെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നീ വിളക്ക് കെടുത്തിക്കോ,
അവർ ഭക്ഷണം കഴിക്കട്ടെ. ആ രാത്രി ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ചു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ചെന്നിട്ട് അബൂ തൽഹയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകർ, നിങ്ങൾ എന്തു പണിയായി ഇന്നലെ കാണിച്ചത്? നിങ്ങൾക്ക് വേണ്ടി ഇതാ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു. ഖുർആൻ ഇറങ്ങിയിട്ട് പറയുന്നു, വയുത്തൂന അലാ അൻഫുസിഹിം വയുതിറൂന അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധ്യമാകുന്നവരാണ് മുഅ്മിൻ, അവരാണ് വിശ്വാസികൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ആയത്താണിതെന്ന് പറഞ്ഞ് ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് മുഴുവൻ സ്വീകരിച്ചത് ഈ മാർഗം തന്നെയാണ്. യർമൂക്ക് യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. യർമൂക്ക് യുദ്ധത്തിൽ വെട്ടേറ്റുകൊണ്ട് മുറിവേറ്റുകൊണ്ട് ക്ഷീണിതരായി കിടക്കുകയാണ് 3 സ്വഹാബിമാർ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു, മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു, അയ്യാഷ് റളിയല്ലാഹു അൻഹു. അബൂജഹലിന്റെ മകനാണ് ഇക്രിമ. മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു 3 പേരും വെട്ടേറ്റുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുകയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരു മുസ്ലിമായ ഒരാളോട് പറഞ്ഞു, എനിക്ക് അല്പം വെള്ളം കൊണ്ടുവന്ന് തരുമോ, വേദന സഹിക്കാൻ കഴിയുന്നില്ല, അല്പം വെള്ളം കുടിക്കട്ടെ. മഹാനായ ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു മഹാനവരുടെ അരികിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു കൊടുത്തൊരു സ്വഹാബി. ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ നോക്കുമ്പോഴുണ്ട് അപ്പുറത്തിരുന്നിട്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു ഹാരിസിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിനും ദാഹിക്കുന്നുണ്ടെന്ന്. ഹാരിസിന്റെ കയ്യിലുള്ള വെള്ളത്തിന്റെ പാത്രം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇക്രിമക്ക് കൊണ്ടുപോയി കൊടുക്കൂ. ഇക്രിമ റളിയല്ലാഹു അൻഹു വെള്ളം കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അയ്യാഷ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിന്ന് തേങ്ങൽ കേൾക്കുന്നത്. അയ്യാഷിന് വെള്ളം വേണം, കൊണ്ടുപോയി കൊടുക്കൂ. ഇക്രിമ കുടിക്കാതെ അയ്യാഷ് റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അയ്യാഷ് റളിയല്ലാഹു അൻഹു അരികിലേക്ക് വെള്ളത്തിന്റെ പാത്രവുമായി എത്തിയപ്പോഴേക്ക് അദ്ദേഹം മരിച്ചുപോയി. ആ വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. അയ്യാഷിൽ നിന്ന് ആ പാത്രം തിരിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹു അരികിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്ക് ഇക്രിമയും മരണപ്പെട്ടു പോയി. ഇക്രിമയിൽ നിന്ന് ഹാരിസ് ഇബ്നു ഹിഷാമിലേക്ക് ആ വെള്ളം കൊണ്ടുവന്നപ്പോ ഹാരിസും മരണപ്പെട്ടു പോയിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആ വേദനയുടെ ഘട്ടത്തിൽ പോലും തന്റെ കൂട്ടുകാരന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്ന മനസ്സ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക മിനൽ മുഫ്ലിഹീൻ, അവരാണ് മുഫ്ലിഹീങ്ങൾ, അവരാണ് വിജയികൾ. ശുഹ എന്ന് പറയുന്ന വാക്കിനെ മഹാന്മാരായ സ്വഹാബികൾ വിശദീകരിക്കുന്നുണ്ട്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കഅബയിൽ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാളെ ഞാൻ കണ്ടു. അയാൾ പറയുന്നു, അല്ലാഹുവേ എനിക്ക് ശുഹ ഒഴിവാക്കി തരണേ, ശുഹ ഒഴിവാക്കി തരണേ എന്ന് മാത്രമാണ് ദുആ ചെയ്യുന്നത്. എന്താണ് ശുഹ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അപരന്റെ മുതലിനെ, അപരന്റെ വിഭവത്തെ അതിക്രമത്തിലൂടെ കൈവശപ്പെടുത്തുക എന്നതാണ് ശുഹ. അത് വാക്കുകൊണ്ടാകാം, കച്ചവടത്തിലാകാം, വിവിധ മാർഗങ്ങളിലാകാം. എനിക്ക് എൻ്റെ കൂട്ടുകാരന് തരപ്പെടുന്ന ട്രാൻസ്ഫർ അത് മറ്റു ചില വഴികളിലൂടെ ഞാൻ സ്വീകരിച്ചാൽ അതും ശുഹ തന്നെയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരന് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നന്മയെ അവനെ മറികടന്നുകൊണ്ട് ഞാൻ സ്വീകരിക്കാൻ മുതിർന്നാൽ അത് ശുഹയാണ്. എൻ്റെ അയൽവാസിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ആനുകൂല്യത്തെ അവനെ മറികടന്നുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശുഹയാണ്. ആ ശുഹ നഷ്ടപ്പെട്ടാൽ മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ശുഹിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകം നിരോധനം പറയാനുള്ള കാരണം എന്താണ്? ശുഹ് ഒരു മനുഷ്യനില്ലെങ്കിൽ അവൻ ആക്രമിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല, അവൻ മറ്റുള്ളവരോട് അപകടങ്ങൾ കാണിക്കില്ല. അത് നഷ്ടപ്പെടുക എന്നത് ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കലാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ കാത്തിരിക്കുന്ന സമയത്താണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഭാര്യയാണ്, അടുത്തുണ്ട്. ഒരു 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 റൊട്ടി കഷ്ണം വാങ്ങാൻ വേണ്ടി നാണയം കൊടുത്തയച്ചു ഇബ്നു ഉമർ തങ്ങൾ. നാണയം കൊടുത്തയച്ചിട്ട് റൊട്ടി കഷ്ണം ഇങ്ങനെ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഒരു യാചകൻ വന്നിട്ട് പറയുന്നത്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് തരുമോ? അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത് വീണ്ടും ഒരു ദീനാർ കൊടുത്തയച്ചു റൊട്ടി കഷ്ണം കൊണ്ടുവരാൻ. ആ ദീനാർ കൊടുത്തയച്ച് റൊട്ടി കഷ്ണം കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇയാൾ വീണ്ടും വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് തരുമോ, എനിക്ക് വിശക്കുണ്ട്. വീണ്ടും കൊടുത്തു. മൂന്നാമതും ഒരു ദീനാർ കൊടുത്ത് പറഞ്ഞയച്ചു ഒരു റൊട്ടി കൊണ്ടുവരാൻ. മഹാനായ ഹഫ്സ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നതിന് സമയത്ത് ഈ യാചകനോട് പറഞ്ഞു, ഇനി എങ്ങാനും നീ അത് ചോദിച്ചാൽ അള്ളാഹുവാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു ഖൈറും എനിക്കുണ്ടാവില്ല, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന ആളാണ് അപ്പുറത്ത്. ഇബ്നു ഉമർ തങ്ങൾ ഇത് കേട്ടിട്ടില്ല. ഹഫ്സ ബീവിയുടെ ആ ശാസനയിലാണ് അദ്ദേഹം വായ അടച്ചു പിടിച്ചത് എന്നാണ് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളയിൽ പോലും യുസിറൂന അലാ അൻഫുസിഹിം, അവർക്കത് ഉറപ്പാണ്. കാരണം
അവനവനു വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ഓരോ നന്മയുടെ പേരിലും തഖ്വ രേഖപ്പെടുത്തപ്പെടുകയാണ്. വമൻ യത്തഖില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിർവഹിക്കുന്ന നന്മകളാണത്. വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജൻ, അള്ളാഹുക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കപ്പെടുന്ന നന്മകളുടെ പേരിൽ നമുക്ക് ഓരോരുത്തർക്കും വഴികൾ അള്ളാഹു തുറന്നു നൽകും. വമൻ യത്തഖില്ല, സൂഫിയാക്കൾ വിശദീകരിക്കുന്നുണ്ട്, ഒരാൾ തന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിരിക്കുകയാണ്. വമൻ യത്തഖില്ല, അവൻ ജോലി ചെയ്യുന്ന ഇടത്ത് അള്ളാഹുവിനെ അവൻ ഭയപ്പെടുന്നുവെങ്കിൽ, തഖ്വയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ, യജ്അൽ ലഹു മഖ്റജൻ, ആ ത്വലാഖിൽ നിന്ന് രക്ഷ നേടി ആ പെണ്ണിനെ മടക്കി കൊണ്ടുവരാനുള്ള മനസ്സ് അവൻ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ആരാണ് മഖ്റജ് ആഗ്രഹിക്കാത്തത്? നമുക്ക് ഭാര്യയോട് പിണക്കമുള്ളവരുണ്ട്, അയൽപക്കങ്ങളോട് വിദ്വേഷങ്ങളുള്ളവരുണ്ട്, കുടുംബത്തോട് പ്രയാസങ്ങളുള്ളവരുണ്ട്, കണ്ടുമുട്ടുന്നവരോട് മുഴുവൻ ദേഷ്യം കാണിക്കുന്നവരുണ്ട്. പരിഹാരം എന്താണ്? വമൻ യത്തഖില്ല, നമ്മൾ ഉള്ള ഇടങ്ങളിലൊക്കെ മുത്തഖിയായാൽ യജ്അൽ ലഹു മഖ്റജൻ, എല്ലാത്തിനുമുള്ള വഴികൾ, മഖ്റജുകൾ, എക്സിറ്റുകൾ അല്ലാഹു തുറന്നു നൽകുമെന്നാണ്. സ്വഹാബത്ത് ഇതിനെ വായിക്കുകയും പറയുകയും ചെയ്യുന്നതിന് പകരം കൽബിൽ കുത്തിവെക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ നൽകുന്ന സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ള സ്വതക്ക. അഫ്ളലു സ്വദഖതി ജഹ്ദുൽ മുഖിൽ, ഇല്ലാത്തവൻ നൽകുന്ന സ്വതക്ക അത് ഒരുപക്ഷെ നാണയത്തുട്ടുകളാകാം. ആ നാണയത്തുട്ടുകൾക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഈ മാതൃകയെ മുഴുവൻ സ്വീകരിച്ചവരാണ്. ഒരു സ്വഹാബിയെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അയാൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൽ പോയി പരിശോധിച്ചു എന്നാണ്. എന്തെങ്കിലും ഒരു നന്മ അയാൾ ചെയ്യുന്നുണ്ടോ? അയാൾ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും നിസ്കരിക്കുന്നു, കിടന്നുറങ്ങുന്നു. അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് നന്മയാണ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ ചെയ്യാൻ, നിങ്ങളെപ്പറ്റി നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് 3 തവണ പറയാൻ നിങ്ങൾ എന്താ ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞത്, ലാ അജ്ദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ, എനിക്കൊരു മുസ്ലിമിനോടും ഗിശ് ഉണ്ടാവുകയില്ല. ഗിശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം, ഒരു കുശുമ്പും കുയിന്തും കുന്നായ്മയും എനിക്കൊരാളോടുമില്ല. ഗിശ്ശൻ, ഒരു ഗിശും ഒരാളോടുമില്ല. അയാളെ ഞാൻ വഞ്ചിക്കുന്നില്ല, അപരനെ പറ്റി എനിക്ക് മോശം പറയാൻ കഴിയുന്നില്ല. മറ്റുള്ള മുസ്ലിമീങ്ങൾ എന്നെ തൊട്ട് ബരീആണ്. നബി തങ്ങൾ പറഞ്ഞതുപോലെ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഇത് മുസ്ലിമിന് മാത്രം ഈ ഭൂമിയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു നിയമമാണ്. ലോകത്ത് മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഈ നിയമം നടപ്പിലാക്കണമെന്ന് ആരെങ്കിലും ഷടിക്കുന്നുണ്ടോ? ആരെങ്കിലും അവരോട് നിയമം നൽകുന്നുണ്ടോ? ആ നിയമം നടപ്പിലാക്കാൻ കഴിയോ? ആർക്കും കഴിയില്ല. ഇത് മുസ്ലിമിന് മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന നിയമങ്ങളാണ്, സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ നമുക്ക് അപരനെക്കുറിച്ച് വിദ്വേഷം പറയാൻ കഴിയില്ല. അത് മുസ്ലിം എന്നല്ല, മറ്റുള്ള മതസ്ഥരെ കുറിച്ച് ഒരിക്കലും പറയരുത്. കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അല്പമെങ്കിലും സുരക്ഷിതമായ ജീവിതം സാധ്യമാകുന്നത് നമ്മൾ പരസ്പരം കണ്ടറിഞ്ഞ് ജീവിക്കുന്നത് കൊണ്ടാണ്. ഈ സൗഹൃദത്തിനിടയിൽ വിദ്വേഷങ്ങളെ കൊണ്ട് മതിലുകൾ പണിയരുത്. ഈ സൗഹൃദങ്ങൾക്കിടയിൽ മതസ്ഥർക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കപ്പെടരുത്. ഒരു മുസ്ലിം പറയുന്ന വാക്കുകൊണ്ട് പരിക്കേൽക്കുന്നത് ആ മനുഷ്യനല്ല. ഞാനൊരു അമുസ്ലിം സഹോദരനെ വേദനിപ്പിച്ചാൽ, ഒരു അമുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയാൽ അതിൻ്റെ പരിക്ക് എനിക്കല്ല ഉണ്ടാകുന്നത്, ഇസ്ലാമിനാണ്, ഇസ്ലാം മതത്തിനാണ്, ഇസ്ലാമിക നിയമങ്ങൾക്കാണ്. ഒരു വാക്കുകൊണ്ടുപോലും നോക്കുകൊണ്ടുപോലും പ്രതികരണം കൊണ്ടുപോലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടരുത്. സൗഹൃദത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മതിലുകൾ നിർമ്മിക്കപ്പെടരുത്, വിദ്വേഷങ്ങൾ ഉണ്ടാക്കപ്പെടരുത്. ലോകത്തെ ഏറ്റവും വലിയ അപകടകാരിയായ ആയുധം എന്ന് പറയുന്നത് വെറുപ്പാണ്, വിദ്വേഷമാണ്. ആ വെറുപ്പിനെ കോടിക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്ക് ഒരു വിത്ത് കൊണ്ടുപോയിട്ടാൽ കലാപങ്ങൾ കൊണ്ട് കത്തിയമരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങൾക്ക് മാത്രം പാലിക്കാൻ കഴിയുന്ന സമാശ്വാസത്തിൻ്റെ ഈ തഖ്വയുടെ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തിയിട്ട് നമുക്ക് നന്മയുടെ പ്രചാരകരാകാം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിദ്വേഷങ്ങളുടെ, കലഹങ്ങളുടെ വർത്തമാനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ നാടിന് അള്ളാഹു സുരക്ഷ പ്രദാനം ചെയ്യട്ടെ.